തൃശൂർ ചേലക്കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്ത LDF അംഗത്തിനെതിരെ നടപടിയുമായി CPM. PN രാമചന്ദ്രനെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. മുജ്തബ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. മുജ്തബ, LDF അംഗമായ ഒരാൾ UDF അംഗത്തിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? മുന്നണിയിൽ എന്തെങ്കിലും തർക്കമോ മറ്റു പിണക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മറ്റൊന്ന്, ഈ രാമചന്ദ്രന്റെ നടപടിയിൽ രാമചന്ദ്രന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നജ്മ, LDF-ന് 12-ഉം UDF-ന് 12-ഉം അങ്ങനെ തുല്യ നിലയിലായിരുന്നു ചേലക്കരയിൽ ഒരു കക്ഷിനില. അവിടെ കഴിഞ്ഞ 10-15 വർഷമായി LDF തുടർച്ചയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇത്തവണ തുല്യ നിലയിലെത്തിയ സാഹചര്യത്തിലാണ് രാമചന്ദ്രന്റെ വോട്ട് UDF-ന് ലഭിക്കുകയും ഭരണം UDF-ന് പോവുകയും ചെയ്തത്. ഈ വിഷയം അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന രാമചന്ദ്രൻ അബദ്ധത്തിൽ പോലും വോട്ട് മാറി ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് ചേലക്കരയിലെ പ്രധാനപ്പെട്ട CPM-ന്റെയും LDF-ന്റെയും നേതാക്കൾ പ്രതികരിച്ചത്. പക്ഷേ ആ നിലപാടിൽ തന്നെ രാമചന്ദ്രൻ ഉറച്ചു നിന്നു. അബദ്ധം പറ്റിയതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നേതൃത്വത്തിന് ഒരു വിശദീകരണം നൽകിയത്. പക്ഷെ ആ മറുപടി തൃപ്തികരമല്ല എന്ന വിലയിരുത്തലാണ് CPM ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ UDF-ന് വോട്ട് ചെയ്ത് അവിടുത്തെ ഭരണം UDF-ലേക്ക് പോകാൻ സഹായിച്ച PN രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമികമായി പുറത്താക്കിയിരിക്കുന്നു. ഇനി അടുത്ത നടപടി CPM-ന്റെ വിപ്പ് ലംഘിച്ച് UDF-ന് വോട്ട് ചെയ്ത് ഈ രാമചന്ദ്രനെ അയോഗ്യനാക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി നൽകാനുള്ള അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനും തീരുമാനിച്ചിരിക്കുന്നു. നജ്മ.